ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. UAE സെന്റർ സേവികാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ വർഷത്തെ നോമ്പുകാല സന്ദേശ പരമ്പരയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയവനായ ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. ഈ ധ്യാന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദിനം പ്രതി പുനരുത്ഥാനം ജീവിക്കുക എന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി 2 ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കാം എന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഉയർത്തെഴുന്നേൽപ്പ് വിശ്വാസിക്ക് നൽകുന്ന വാഗ്ദത്വത്തിന്റെ പൂർത്തീകരണമാണ്. റോമൻ മുദ്ര പൊട്ടിച്ച് കാവൽക്കാരെ അത്ഭുതപ്പെടുത്തി സകല ഇരുട്ടിന്റെയും തേർവാഴ്ചകളെ അവസാനിപ്പിച്ച് നന്മയും സത്യവും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണം തോൽക്കുന്നു, ജീവന്റെ അനശ്വരത തുടരുന്നു. നിത്യതയുടെ വാഗ്ദാന നിവർത്തിയായ ഉയർപ്പ് മനുഷ്യകുലത്തിന് എന്നും നൂതന അനുഭവമാണ്. ക്രിസ്തീയ ജീവിത ചിഹ്നം എന്ന് പറയുന്നത് ക്രൂശാണ്. ത്യാഗമാണ് അതിന്റെ ശൈലി, സഹനമാണ് അതിന്റെ ഭാവം. ക്രിസ്തീയ പ്രത്യാശയുടെ അടിസ്ഥാനം ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. വിശ്വാസത്തിന്റെ വളർച്ച ഒഴിഞ്ഞ കല്ലറയാണ്. എന്നും പ്രേരക ശക്തിയായിരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. പാപം മൂലം ദൈവത്തിൽ നിന്നും അന്യം നിന്ന മനുഷ്യവർഗത്തിന് ദൈവത്തോട് നിരപ്പ് നൽകാൻ ക്രിസ്തു ജഡ അവതാരം ചെയ്തു. ക്രൂശ് മരണത്തിൽ പാപത്തിന്മേലുള്ള വിജയം കൈവരിച്ച് എല്ലാ മുഖങ്ങളിൽ നിന്നും അന്ധകാരത്തിന്റെ ഭീതി നീക്കി. ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തുവിന്റെ അദൃശ്യ സാന്നിധ്യം എന്നേക്കും മനുഷ്യന് വാഗ്ദാനം ചെയ്തു. ഉയർപ്പിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം പുനരുത്ഥാനത്തിന്റെ അവകാശം ക്രിസ്തുവിൽ കൂടി പൂർണ്ണമാക്കിയിരിക്കുകയാണ്. കോരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതിന് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമായി വിവരിക്കുന്നു. വിശ്വാസിക്ക് നൽകുന്ന വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം, പുനരുത്ഥാനത്തിന്റെ അവകാശം, അത് ക്രിസ്തുവിലൂടെ നമുക്ക് പൂർണ്ണമാക്കിയിരിക്കുകയാണ്. പുനരുത്ഥാനത്തിന്റെ ഈ വിശ്വാസ പൂർണ്ണത നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള വാഗ്ദാനമാണ്. നമുക്ക് ലഭ്യമായ വാഗ്ദാനത്തിലൂടെ ദിനം പ്രതി പുനരുത്ഥാനത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാകുന്നു. രണ്ടാമതായി, ഉയർത്തെഴുന്നേൽപ്പ് ദൗത്യത്തിന്റെ പ്രേരക ശക്തിയാണ്. ഭൂലോകത്തൊക്കെയും പോയി എന്റെ സാക്ഷികളാവുക എന്നരുളി ചെയ്ത ക്രിസ്തുവിന്റെ നിയോഗം ഉൾക്കൊള്ളുന്ന ജ്വാലക ശക്തിയാണ് ഉയർപ്പിൽ അടങ്ങിയിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മഗ്ദലക്കാരി മറിയയോട് കൽപ്പിക്കുന്നത്, നിന്റെ സഹോദരന്മാരോട് പോയി അറിയിക്കുക. കല്ലറയ്ക്കൽ പ്രത്യക്ഷപ്പെട്ട ദൂതന്മാർ അരുളി ചെയ്യുന്നതും കർത്താവിന്റെ ഉപദേശത്തിന്റെ പൊരുളാണ്. പുനരുത്ഥാനത്തിന്റെ സാക്ഷികളാവുക. സഭയുടെ ദൗത്യം അർത്ഥപൂർണമായ ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ പങ്കാളികളാവുക എന്നതാണ്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഈ ഉറപ്പാണ് പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന മർത്യകുലത്തിന് ക്രിസ്തു നൽകുന്ന വലിയ ഉറപ്പ്. പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയിലൂടെ അവൻ നമ്മെ വിശ്വാസ സ്ഥിരതയ്ക്ക് ക്ഷണിക്കുന്നു. അതിന് ഇടവകയായി, സഭയായി ഓരോ സേവികാ സംഘ അംഗങ്ങൾക്കും കഴിയട്ടെ. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കാതെ
ഉയർപ്പിന്റെ സന്ദേശവാഹകരാകാൻ, പരിവർത്തനത്തിന്റെ പരികർമ്മികളാകാൻ, സുവിശേഷ ദൗത്യത്തിന്റെ പ്രഘോഷകരാകാൻ സേവികാ സംഘമായി നമുക്ക് കഴിയട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.